പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി സൈബർ പോലീസ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് എത്തിയ ഇടം മുതൽ രാഹുൽ ഈശ്വറിന്റെ പെരുമാറ്റത്തിലും മനോഭാവത്തിലും അത്യന്തം നാടകീയത നിറഞ്ഞിരുന്നു. എത്തുന്ന ഘട്ടത്തിൽ പോലീസ് ആദ്യം ആവശ്യപ്പെടുന്നത് ഒപ്പം വരാനാണ്. ഒപ്പം കയ്യിലുള്ള ലാപ്ടോപ്പും മൊബൈലും എടുക്കാൻ പറയുന്നു. ആ ഘട്ടത്തിൽ ലാപ്ടോപ്പ് മാറ്റിവെക്കാമെന്ന് രാഹുൽ തീരുമാനിക്കുന്നുണ്ട്. ഏതാണ്ട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ നന്ദാവനം എയർ ക്യാമ്പിൽ തുടരുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഈശ്വറിന്റെ സാമൂഹ്യ മാധ്യമ ഹാൻഡിലിൽ നിന്നും ഒരു വീഡിയോ പുറത്തു വരുന്നത്. സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? ലാപ്ടോപ്പ് ഓഫീസിലാണ്. ടെക്നോ പാർക്ക് ഇന്ന് നടപ്പാ. പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. തന്നെ പോലീസ് വിളിപ്പിച്ചു എന്ന മാധ്യമങ്ങളെ വിളിച്ചറിയിക്കുന്നത് രാഹുൽ ഈശ്വർ തന്നെയാണ്. അതിന്റെ ഭാഗമായാണ് തൈക്കാട്ട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതെ എയർ ക്യാമ്പ്, നന്ദാവനത്തെ എയർ ക്യാമ്പിലേക്ക് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിക്കുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴാണ് ദീപ രാഹുൽ ഈശ്വർ ആ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ തന്റെ ഭർത്താവ് രാഹുൽ ഈശ്വർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നും ദീപ രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. പെൺകുട്ടിയുടെ ഫോട്ടോയും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യുമ്പോൾ അറിയാം, സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊന്നും ഇല്ല അങ്ങനെ. അപ്പം അങ്ങനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. കാര്യങ്ങൾ കസ്റ്റഡിയിലേക്കും തുടർന്ന് അറസ്റ്റിലേക്ക് കടന്ന ഘട്ടത്തിലൊന്നും തന്നെ ഒന്നും ബാധിക്കില്ല എന്ന മനോഭാവത്തിലായിരുന്നു രാഹുൽ ഈശ്വർ തുടർന്നത്. അതിനുദാഹരണമായി മാധ്യമങ്ങൾ ഏതൊക്കെ ഘട്ടത്തിൽ കാണുന്നോ അപ്പോഴൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയുകയും കൈ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ആത്മവിശ്വാസം രാഹുൽ ഈശ്വർ എല്ലാ ഘട്ടത്തിലും പുലർത്തിയിരുന്നു. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല, ഇത് വ്യാജ പരാതിയാണ്. നാടകീയമായ പ്രതികരണങ്ങൾ രാഹുൽ ഈശ്വർ പിറ്റേ ദിവസവും തുടർന്നു. സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പൗടിക്കോണത്തെ വീട്ടിലേക്ക് പുറത്തേക്ക് ഇറക്കിയപ്പോൾ താൻ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് രാഹുൽ ഈശ്വറാണ്. ശേഷം പൗടിക്കോണത്തെ വീട്ടിലെത്തിയപ്പോൾ കുടുംബാംഗങ്ങളുടെ വൈകാരിക പ്രകടനങ്ങളും നമ്മൾ കണ്ടു. ആ ഘട്ടത്തിലാണ് നിലപാടിൽ നിന്ന് ഒരടി പോലും മാറാൻ തയ്യാറല്ലെന്ന് രാഹുൽ ഈശ്വർ പ്രഖ്യാപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നത് തുടരും എന്നും രാഹുൽ ഈശ്വർ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. നാടകീയത തുടരുകയാണ്. പൗടിക്കോണത്തെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം രാഹുൽ ഈശ്വറിനെ വഞ്ചിയൂരിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാകും ഹാജരാക്കുക. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.